അസമിൽ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ ആക്രമണം നേരത്തെ നമ്മൾ പറഞ്ഞ വാർത്തയാണ്. ബൽറാം നുരങ്ങാടിച്ചിരുന്നു. ബൽറാം, സംഭവത്തിന് പിന്നിൽ എന്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കോൺഗ്രസിന്റെ ആരോപണം എന്താണ്? ദൃശ്യങ്ങളടക്കം പുറത്തുവിടുകയാണോ കോൺഗ്രസ്? ബൽറാം. ഹഷ്മി, ഇന്നലെ രാത്രി ലക്കിംപൂരിൽ വെച്ച് ഭാരത് ജോഡോ യാത്രയുടെ ഈ ബാനറുകളും പോസ്റ്ററുകളുമായി പോയ ട്രക്കുകൾക്ക് നേരെ ആക്രമണമുണ്ടായതിൻ്റെ ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വാഹനങ്ങളെ ചിലർ വളയുന്നതായും ആക്രമിക്കുന്നതായും ഈ ദൃശ്യങ്ങളിൽ ഉണ്ട്. ഒപ്പം തന്നെ ഈ യാത്രയുടെ വാഹനങ്ങൾക്ക് നേരെ വ്യാപകമായി കല്ലേറുണ്ടായി ലക്കിംപൂരിൽ വെച്ച് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നിൽ BJPയുടെ യുവമോർച്ച പ്രവർത്തകരാണ് എന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇവർ ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിടുന്നത് എന്നുമാണ് കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷൻ ഭൂപേൻ കുമാർ ബോറ ആരോപിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഭാരത് ജോഡോ ന്യായ യാത്രയിലെ ജനപങ്കാളിത്തം കണ്ട് ഭയപ്പെട്ടാണ് ഇത്തരത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മ പെരുമാറുന്നത് എന്നുമാണ് ആരോപണം. സംഭവത്തിൽ ഔദ്യോഗികമായി പരാതി നൽകണം എന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ശക്തമായ ഭാഷയിൽ തന്നെ ഈ ആക്രമണങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. അപലപിച്ചുകൊണ്ട് അദ്ദേഹവും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ യാത്ര പോകുന്ന വഴിയിൽ കോൺഗ്രസ് സ്ഥാപിച്ച ബാനറുകളും പോസ്റ്ററുകളും വ്യാപകമായി കീറി നശിപ്പിക്കപ്പെട്ടു എന്നും അതിൻ്റെ ദൃശ്യങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ അരുണാചൽ പ്രദേശിലേക്ക് കടന്നിരിക്കുകയാണ്. നാളെ അരുണാചൽ പ്രദേശിലെ ഒരു പദയാത്ര ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും അസമിലേക്ക് മടങ്ങി വരും. അസമിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുണ്ടായ ആക്രമണം ശക്തമായി തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. ഹഷ്മി. ബൽറാമാണ് അതിലെ വിവരങ്ങൾ നൽകിയത്.